പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 34 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പറയുന്നൊരു കാര്യമാണ്, ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്, ദൈവം സമൃദ്ധമായിട്ടാണ് ആത്മാവിനെ കൊടുക്കുന്നത്. ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ മനുഷ്യനും ഒരു മനുഷ്യനോട് എന്തെങ്കിലും ഒരു സാധനം നമ്മളൊരു കടമായിട്ടോ അതല്ലെങ്കിൽ വായ്പയായിട്ടോ ചോദിച്ചാൽ അളന്നു തൂക്കിയായിരിക്കും തരുന്നത്. സമ്പത്ത്, പണം ചോദിച്ചു കഴിഞ്ഞാൽ തിട്ടപ്പെടുത്തി 4 പ്രാവശ്യമെങ്കിലും എണ്ണിക്കഴിഞ്ഞതിന് ശേഷമേ തരുകയുള്ളൂ. ഇപ്പോൾ അടുത്ത വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ കടകളിൽ നിന്നോ കുറേ അരി കടം വാങ്ങിക്കുന്ന സമയത്തും അത് തൂക്കി അളന്ന് മാത്രമേ തരികയുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അങ്ങനെയാണ്, അളന്നു കൊടുക്കുന്നവരാണ് മനുഷ്യർ. എന്നാൽ ഈശോ അളന്നു കൊടുക്കുന്നവനല്ല. ഈശോ എല്ലാവർക്കും സമൃദ്ധമായിട്ട് കൊടുക്കുന്നു. ആ ഈശോയുടെ മക്കളും ആ സമൃദ്ധമായിട്ട് കൊടുക്കുവാൻ കടപ്പെട്ടവരാണ്. കാരണം കർത്താവിൻ്റെ മക്കളിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഓരോ മക്കളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ തിരുവചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം, പിതാവായ ദൈവം പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഈ മാനവകുലം മുഴുവനും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രക്ഷകനായ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പോൾ ആ പിതാവായ ദൈവത്തിൻ്റെ വാക്കുകളാണ് യേശുനാഥൻ സംസാരിച്ചത്. ഇന്ന് ഓരോ ക്രിസ്തു ശിഷ്യന്മാരും സംസാരിക്കേണ്ടതും ആ യേശു പഠിപ്പിച്ച ആ യേശുവിൻ്റെ വചനമായിരിക്കണം. ഇന്ന് ഓരോ ക്രിസ്തു ശിഷ്യന്മാരും പറയേണ്ടതും സംസാരിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, പലരും ധ്യാന ക്ലാസ്സുകളിലൊക്കെ ഏതെങ്കിലും കഥകളോ അതല്ലെങ്കിൽ രസകരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് സദസ്സിനെ ഒന്ന് കൈയടിപ്പിച്ച് ഒന്ന് രസമൊക്കെ പകർന്നു കൊടുക്കുന്ന വ്യക്തികളായി മാറ്റപ്പെട്ടിരിക്കുന്നു. യേശുനാഥൻ ചെയ്തത് അതല്ല. പിതാവായ ദൈവം, ആ അയച്ച പിതാവായ ദൈവത്തിൻ്റെ വാക്കുകളാണ് യേശുനാഥൻ സംസാരിച്ചത്. അങ്ങനെയെങ്കിൽ ആ യേശുവിൻ്റെ ശിഷ്യന്മാരായി സഭയിൽ മാറ്റപ്പെട്ട ഓരോ വ്യക്തിയും സംസാരിക്കേണ്ടത് ആ യേശു പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്ന് പലരും, ചിലരൊക്കെ സിനിമാ കഥ പറയുന്നവരുണ്ട്. അതല്ലെങ്കിൽ ടാഗോറിൻ്റെയോ ടോൾസ്റ്റോയുടെയോ അതുപോലെയുള്ള ചരിത്ര പുരുഷന്മാരുടെയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ ഒക്കെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ധ്യാന ക്ലാസ്സുകൾ എടുക്കുന്ന വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയുള്ള വ്യക്തികൾ സംസാരിക്കുന്നത് ആരുടെ വാക്കാണ്? യേശു പറഞ്ഞു തന്നതും യേശു പഠിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഈശോ പറഞ്ഞ കാര്യമാണ്. ഇത് മനുഷ്യൻ പറയുന്നതല്ല, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞ കാര്യമാണ്. അതാണ് 34-ാമത്തെ തിരുവചനത്തിൽ ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. എന്നിട്ട് പറയാണ്, ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. ദൈവം ഒരിക്കലും അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. 35-ാമത്തെ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. 36-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. തുടർന്ന് പറയുന്നത്, ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലില്ല, നഷ്ടപ്പെട്ടു പോയി. ഇവിടെ കർത്താവിൻ്റെ വചനം നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ പറയുകയാണ്,
പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, പിതാവ് പുത്രനായ യേശുവിനെ സ്നേഹിച്ചുവെങ്കിൽ അതേ സ്നേഹം തന്നെയാണ് യേശു ഈ ഭൂമിയിലുള്ള സകല മക്കളെയും അവിടുന്ന് സ്നേഹിക്കുകയാണ് ചെയ്തത്. ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ നാണക്കേട് അനുഭവിച്ചുകൊണ്ട് ഉടുതുണി പോലുമില്ലാതെ കുരിശിൽ കിടന്ന കർത്താവ് തൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുത്ത വ്യക്തികളെ ശപിച്ചില്ല, പഴിച്ചില്ല, ഇതൊന്നും ചെയ്തില്ല. ഏറ്റവും വലിയ നാണം കെട്ടവനായിട്ട് നാണക്കേട് അനുഭവിച്ചുകൊണ്ട് കുരിശിൽ കിടന്നു. ആരോടുള്ള സ്നേഹത്തെ പ്രതി? യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. ലോകം മുഴുവനുമുള്ള സകല മനുഷ്യരിലും ഇന്ന് മനുഷ്യൻ ജാതികളായിട്ട് തിരിച്ച് ഓരോ വർഗങ്ങളായിട്ടും ഗണങ്ങളായിട്ടും തിരിച്ചു നിർത്തിയിരിക്കുന്ന സകലരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കുരിശിൽ കിടക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ പുത്രൻ എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും പുത്രനും സ്നേഹിക്കുന്നു. കള്ളനെയും കൊള്ളക്കാരനെയും തെമ്മാടിയെയും സകലരെയും കർത്താവ് ഈശോ മിശിഹ സ്നേഹിക്കുന്നു. എന്നിട്ട് പറയണം, എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആ പുത്രനിൽ വിശ്വസിക്കുന്നവനാണ് നിത്യജീവനുള്ളത്. പുത്രനെ അനുസരിക്കാത്തവന് ജീവൻ ദർശിക്കുവാൻ സാധ്യമല്ല. പുത്രൻ പറയുന്ന വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അനുസരിക്കാത്തവന് ജീവൻ ദർശിക്കുവാൻ സാധ്യമല്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും തിരിച്ചറിയണമേ, ക്രിസ്തുവിൻ്റെ മക്കളായി മാറ്റപ്പെട്ട നാം ഓരോരുത്തരും ആ ക്രിസ്തു പറഞ്ഞ വചനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് കർത്താവ് ഈശോ മിശിഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, ദൈവമളന്നല്ല ആത്മാവിനെ നൽകുന്നതെന്ന് അരുളിച്ചെയ്ത കർത്താവേ, അവിടുന്ന് സമൃദ്ധമായി ഞങ്ങളിലേക്ക് അവിടുത്തെ ചൈതന്യം ഒഴുക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷേ പലപ്പോഴും ഞങ്ങൾ ആത്മാവുമായി ബന്ധമില്ലാതെ ലോകത്തോട് ബന്ധപ്പെട്ടു പോകുമ്പോൾ ആത്മാവിനെ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.